എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. രാവിലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റുകൾ യൂട്യൂബിലും വരുന്നുണ്ട്. നിരന്തരമായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കാറ്റഗറി ലിസ്റ്റ് എന്താണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ വന്ന കാറ്റഗറി ലിസ്റ്റിൻ്റെ യൂസ് എന്താണ്, അതുപോലെ തന്നെ തങ്ങൾക്ക് റാങ്ക് മാറിയില്ലല്ലോ, ഇങ്ങനെ അനവധി ചോദ്യങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലുക, മെസ്സേജ് അയയ്ക്കുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ടീം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മറ്റു കാര്യങ്ങൾ, ലാസ്റ്റ് റാങ്ക് അനാലിസിസ്, കോളേജിൻ്റെ PDF, ഫീസ് സ്ട്രക്ചർ ഇതുകൂടി ലഭിക്കും. ഇതുവരെ ആരും ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക. ഇത് നമുക്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റിലേക്ക് വരാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രൊവിഷണൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ആണ്. ഇതിൽ തിരുത്തലുകൾ ഉണ്ടാകാം, ചിലരുടെയൊക്കെ വിത്ത് ഹെൽത്ത് എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓൾറെഡി ജനറൽ കാറ്റഗറിക്കാർ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള സംവരണത്തിന് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കീം ആപ്ലിക്കേഷൻ്റെ സമയത്ത്, ഇപ്പോൾ നോൺ ക്രിമിനൽ ലെയർ അല്ലെങ്കിൽ ഫിഷർമെന് ഒരുപാടുണ്ടല്ലോ, ഒരുപാട് SC ST ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംവരണത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷനോടൊപ്പം ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിം ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ അതാത് ലിസ്റ്റുകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് ഇല്ല എങ്കിലാണ് നിങ്ങൾക്ക് അവിടെ നമ്മുടെ CE വെബ്സൈറ്റിൽ തന്നെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെയിൽ അയക്കുക, ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുക. ഇനി വിത്ത് ഹെൽഡ് എന്നൊക്കെ ഉള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മാത്രം വിട്ടുപോയതൊക്കെ ആയിരിക്കും. അതും ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ 10-ാം തീയതിക്കുള്ളിൽ, ജൂലൈ 10 വരെ ഈ സമയമുണ്ട്, നീട്ടാൻ ചിലപ്പോൾ ചാൻസും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിങ്ങനെ മെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ക്ലാരിഫിക്കേഷൻസ് അതുവഴി കൊടുത്ത് CE ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വന്ന കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ റാങ്ക് മാറുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലും പറഞ്ഞതാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണോ അത് തന്നെയായിരിക്കും ഷോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഈഴവയുടെ റാങ്ക് ലിസ്റ്റ് നോക്കി, ഞാനിപ്പോൾ ആദ്യത്തെ 100 പേരെടുത്തു കഴിഞ്ഞാൽ 3 ഈഴവ സ്റ്റുഡൻസാണ് ഉള്ളതെങ്കിൽ അവരുടെ മുൻഗണനാ ക്രമത്തിനനുസരിച്ച് ഉള്ള ഒരു ലിസ്റ്റാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ്. അതായത് ഈഴവ ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന കുട്ടിയുടെ ആക്ച്വൽ റാങ്ക് 25 ആയിരിക്കും. അപ്പോൾ 25ാമത്തെ റാങ്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾ ഈഴവയുടെ മുൻഗണനാ ക്രമത്തിൽ 1ാം സ്ഥാനത്ത്, രണ്ടാമത് ചിലപ്പോൾ 52 ആയിരിക്കും, മൂന്നാമത് 100 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 100 ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈഴവയുടെ മാത്രം എടുക്കുമ്പോൾ ഈ മുൻഗണനാ ക്രമത്തിൽ 3 പേര് ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിലുണ്ട്. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ കോളേജിലും ഇത്ര % സീറ്റുകൾ ഇന്ന കാറ്റഗറിക്ക് അലോട്ടഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങളുടെ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെച്ച് മുൻഗണനാ ക്രമം വെച്ചായിരിക്കും ആ വേക്കൻറ്റ് സീറ്റുകളിലേക്ക് അലോട്ട്മെൻറ്റ് നടക്കുക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.